ഓ എടാ വാടാ നമുക്കില്ലേ റിപ്പോർട്ടറിന് എന്തോ എക്സിറ്റ് പോൾ സർവേ അത് കാണാം. എടാ കാണാം, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇത് എക്സിറ്റ് പോൾ സർവേ അല്ല, ഇത് പ്രീ പോൾ സർവേ ആണ്. രണ്ടും രണ്ടാ, വ്യത്യാസമുണ്ട്. ഈ പ്രീ പോൾ സർവേ പേരിൽ തന്നെയുണ്ട്. പോളിന് മുന്നേ, ഇലക്ഷന് മുന്നേ ഉള്ള സർവേ ആണ് പ്രീ പോൾ സർവേ. നിയമസഭാ മണ്ഡലത്തിൽ ചെല്ലും, അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ സെലക്ട് ചെയ്യും, അവരോട് കാര്യങ്ങൾ ചോദിക്കും. ആർക്കായിരിക്കും വോട്ട് ചെയ്യുക, ആരായിരിക്കും ജയിക്കാൻ സാധ്യത, അങ്ങനെ അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്താൽ പ്രീ പോൾ സർവേ. പക്ഷെ എക്സിറ്റ് പോൾ ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങി വരുന്നവരില്ലേ, അവരോട് ചോദിക്കും ആർക്കാണ് വോട്ട് ചെയ്തത്, ആരായിരിക്കും ജയിക്കുക, അങ്ങനെ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എക്സിറ്റ് പോൾ. രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ പൊതുവെ പറയുന്നത് ഈ പ്രീ പോൾ സർവേക്കാൾ എക്സിറ്റ് പോൾ സർവേക്കാണ് കൂടുതൽ ആക്യുറേറ്റ്, അതിനാണ് കൂടുതൽ കൃത്യത ഉള്ളതെന്നൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ ഇലക്ഷൻ ചരിത്രമൊക്കെ നോക്കിയാൽ ഈ പ്രീ പോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും അമ്പേ പാളിയ ചരിത്രമൊക്കെ ഉണ്ട്. ഈ 1.5 ലക്ഷം ആൾക്കാര് വോട്ടേഴ്സ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറച്ചു പേരിൽ നിന്ന്, ഒരു 100-200 ആൾക്കാരിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന സർവേ ആണല്ലോ ഇതൊക്കെ. അപ്പം അതിന്റെ ആക്യുറസി കുറവായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെ പാളി ചരിത്രവും കേരളത്തിലുണ്ട്. അതാണ് ഈ പ്രീ പോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിതൊന്നും കാണേണ്ട ആവശ്യമില്ല. അല്ല, കാണുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. നമുക്ക് നമ്മുടെ കേരളത്തിലെ ഈ ഒരു ഇലക്ഷൻ സമയത്തുള്ള ട്രെൻഡുകളെ കുറിച്ച്, മാറി വരുന്ന ഇലക്ഷൻ സാഹചര്യങ്ങൾ, ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെയുള്ള സ്ഥാനാർത്ഥികൾ, അവരെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വരുമല്ലോ. അതുകൊണ്ട് ഇത് കാണുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. അപ്പൊ കണ്ടേക്കാം.